പത്തനംതിട്ട മാടമൺ വള്ളക്കടവിൽ പമ്പാ നദീ തീരത്ത് പതിവ് പോലെ ഇന്നും രാഹുൽ, അശ്വിൻ, കെവിൻ, അനു ഉൾപ്പെടെ ചെറുപ്പക്കാർ ഒത്തുകൂടിയിട്ടുണ്ട്. വള്ളക്കടവ് പ്രകൃതി രമണീയമായ സ്ഥലമായതിനാൽ കഞ്ചാവ്, MDMA ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനായി മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ ചെറുപ്പക്കാർ ഈ ഭാഗത്തേക്ക് എത്താറുണ്ട്. വള്ളക്കടവ് ഭാഗം ലഹരി കേന്ദ്രമാണെന്നറിയപ്പെടുന്നത് ലോക്കൽസ് ആയ തങ്ങൾക്ക് കൂടി മാനക്കേടായപ്പോൾ ഈ ചെറുപ്പക്കാർ ഒരു ഉറച്ച തീരുമാനമെടുത്തു. വള്ളക്കടവിൽ പമ്പാ നദീ തീരത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഫ്ലക്സ് സ്ഥാപിച്ചു. ലഹരി വിൽപ്പനയും ഉപയോഗവും ഇവിടെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ലഹരി വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ചെറുപ്പക്കാർ ഇടപെടും. അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരിപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിലുള്ള പിള്ളേരാരും അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ പോലീസ് വരുന്നതെന്ന് സംഭവം അറിയുന്നില്ല. അങ്ങനെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞു. ഇവിടെ പുറത്തുനിന്ന് വരുന്നവർ ഇവിടെ ലഹരി മരുന്നുകൾ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ഒരുപാട് പാതിരാത്രി വന്നിട്ട് കാറിനകത്തൊക്കെ വന്ന് മറ്റെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഒന്നിച്ചിട്ട് ഇതുപോലെ ഫ്ലെക്സ് വെക്കാൻ കാരണം. അതിനുശേഷം ഒരു സംഭവം ഇവിടെ ഉണ്ടായി. ഈ ഫ്ലെക്സ് വെച്ചാൽ അന്ന് രാത്രി തന്നെ ഇതുപോലെ കുറേ ചെറുപ്പക്കാർ വന്നു കഞ്ചാവൊക്കെ ആയിട്ട്. അത് ഞങ്ങളായിട്ട് തന്നെ അത് പറഞ്ഞ് പിള്ളേരെ കയറ്റി വിട്ടു. അതിനുശേഷം അവർ ഇന്നും ഇവിടെ വന്നിട്ടില്ല. അത് ഇവിടെങ്ങുള്ള പിള്ളേരല്ല, വയനാട്ടിൽ നിന്നുള്ളവർ. കാണണം, വരുന്നവരെല്ലാം കാണണം. ഇത് വരുന്നവർ കാണുന്ന വെച്ചാൽ പരിശീലിത ആൾക്കാർ വരുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അവർക്കൊരു ഇത് കിട്ടും, പേടി വേണം. ഇവിടെ കുളിക്കാൻ വന്നാൽ കുളിച്ചിട്ട് പൊക്കോണം. ലഹരി വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്താൽ ഈ ചെറുപ്പക്കാരുടെ ശ്രദ്ധയിൽപ്പെടും. എക്സൈസും പോലീസും എത്താൻ പിന്നെ അധിക സമയം ഉണ്ടാകില്ല. ഫ്ലെക്സ് വെച്ചതിന് ശേഷം വലിയ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. ഇപ്പോൾ വേറൊരു രീതിയിലാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ചോദ്യം ചെയ്യും. ഇനി പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല, അത് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. വേനൽക്കാലമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ജലക്ഷാമം കാരണം ദൂരെ നിന്ന് വരാറുണ്ട് കുളിക്കാനും. അതുപോലെ പിള്ളേരൊക്കെ പോയിട്ട് കളിക്കാൻ വരാറുണ്ട്. പക്ഷെ ഇവർക്കെല്ലാം പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുന്നത്. ലഹരി വ്യാപനം തടയാൻ അതാത് പ്രദേശങ്ങളിൽ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ വേണമെന്നാണ് മാടമൺ വടക്കൻസ് പിള്ളർ പറയുന്നത്. എല്ലാവരും പറയാൻ ഒന്നേ ഉള്ളൂ, ഇതുപോലെ തന്നെ നമ്മുടെ മാടമൺ വള്ളക്കടവിലെ പോലെ തന്നെ എല്ലായിടത്തും എല്ലാ ചെറുപ്പക്കാരും ഒന്നിക്കണം. കാരണം ഒരുത്തനും ഇനി ലഹരി മരുന്നിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ പേരും പറഞ്ഞ് പുതിയൊരു തലമുറയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുത്തനും മുമ്പോട്ട് വരല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണെങ്കിലും അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയെടുക്കണം. ഇതിലും വലിയ സന്ദേശം ഇനി എന്തുണ്ട്? അപ്പോൾ ഈ ഫ്ലക്സ് ബോർഡ് ഇവിടെ സ്ഥിരമായിട്ടിരിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. ഇവിടെ ലഹരി കച്ചവടത്തിനോ ലഹരി ഉപയോഗത്തിനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ചെറുപ്പക്കാർ ഇടപെടും, കർശനമായിട്ടുള്ള നടപടികളിലേക്ക് പോകും. അതുതന്നെയാണ് ഈ ചെറുപ്പക്കാർ ഉറപ്പിച്ച് പറയുന്നത്. കുളിക്കാൻ വന്നാൽ കുളിച്ചിട്ട് പൊക്കോണം. പമ്പാ നദിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.